കുത്തനെ ചാരിവെച്ച പച്ചനിറമുള്ള ഗോവണിയാണ് ഉളുപ്പുണി. അരയ്ക്കൊപ്പം നിൽക്കുന്ന പച്ചപ്പുല്ലിനെ പിടിവള്ളിയാക്കി പിച്ചവച്ചു മലകയറുന്നവരെ കണ്ടപ്പോൾ പാതി ജീവൻ പോയി. ജീപ്പിന്റെ ചക്രം പതിഞ്ഞുണ്ടായ ചെമ്മൺ വരകളിൽ നിന്ന് ഒറ്റ തവണയെ താഴേക്ക് നോക്കിയുള്ളൂ. സ്വയമറിയാതെ മനസ്സ് മന്ത്രിച്ചു, ചെങ്കല്ല, ചെങ്കിടിപ്പാണ് ഉളുപ്പുണി. ആ വഴിയിലൂടെ ജീപ്പ് പോയിരുന്ന കഥ കേട്ടപ്പോഴാണ് ശരിക്കും ഞെട്ടിത്തെറിച്ചത്. സാഹസിക യാത്രയ്ക്ക് ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വിധിക്കുകയാണെങ്കിൽ ഉളുപ്പുണിയെ മറികടക്കാൻ വേറൊരു സ്ഥലം കേരളത്തിൽ ഇല്ല, ഉറപ്പ്. വാഗമൺ യാത്രയുടെ 2ാം പോയിന്റായി രൂപാന്തരപ്പെട്ട മലയാണ് ഉളുപ്പുണി. ഒരാൾ പൊക്കത്തിൽ നിൽക്കുന്ന ലെമൺ ഗ്രാസിന്റെ പച്ച നിറത്തിൽ വെട്ടിത്തിളങ്ങുന്ന മലനിര. മൊട്ടക്കുന്നിൽ പാരാഗ്ലൈഡിംഗ് ആരംഭിച്ച സമയത്ത് വാഗമണിൽ എത്തിയ സാഹസികരാണ് ഉളുപ്പുണിയിലേക്ക് വഴി തെളിച്ചത്. ചെങ്കുത്തായി 1/2 കിലോമീറ്ററോളം ബൈക്കോടിച്ച് ഫ്രീക്ക് പയ്യന്മാർ മലമുകളിൽ ചിരിച്ചെന്നു ചിഹ്നം വിളിച്ചു. വാഗമൺ പട്ടണത്തിൽ കമാൻഡർ ജീപ്പോടിക്കുന്ന ഡ്രൈവർമാരിൽ ചിലർക്ക് അത് കേട്ട് ഹാലിളകി. കുന്നിനു മുകളിലേക്ക് ജീപ്പോടിച്ചു കയറ്റി അവർ റെക്കോർഡിട്ടു. പിൽക്കാലത്ത് ഉളുപ്പുണിയിൽ ഓഫ് റോഡ് ട്രെക്കിങ്ങിന്റെ പരമ്പരകളുണ്ടായി. പക്ഷേ ആഘോഷങ്ങൾക്ക് ദീർഘായുസ് ലഭിച്ചില്ല. അമിതാവേശവുമായി വന്നവർ മരണത്തെ വെല്ലുവിളിച്ചു തുടങ്ങിയതോടെ മലയുടെ മുകളിലേക്ക് ട്രെക്കിംഗ് നിരോധിച്ചു. ആഴ്ചയ്ക്ക് 4 ട്രിപ്പ് കിട്ടിയിരുന്ന ജീപ്പ് ഡ്രൈവർമാർക്ക് ആ തീരുമാനം തിരിച്ചടിയായെങ്കിലും കാൽനട യാത്രികരായ സഞ്ചാരികൾ ഇപ്പോഴും ഉളുപ്പുണി സന്ദർശിച്ചു മടങ്ങുന്നു. വാഗമണിൽ നിന്ന് പുള്ളിക്കാനം റൂട്ടിൽ ചോറ്റുപാറ ജംഗ്ഷനിൽ എത്തിയ ശേഷം വലത്തോട്ടുള്ള വഴി ചെന്നു ചേരുന്നത് ഉളുപ്പുണിയിലാണ്. അവിടെ നിന്നാൽ ഉളുപ്പുണി മലയിൽ ജീപ്പിന്റെ ടയറുകൾ പതിഞ്ഞ അടയാളം കാണാം. മലയുടെ മുകളറ്റം വരെ നീളുന്ന കുഴിയിലൂടെയാണ് ആളുകൾ മലയുടെ മുകളിലെത്തുന്നത്. ഉളുപ്പുണിയുടെ നെറുകയിൽ എത്തിയാൽ ഇടുക്കിയുടെ സൗന്ദര്യത്തെ മൊത്തം ആവാഹിച്ചു നിൽക്കുന്ന ഹരിതഭംഗിയുടെ ദൃശ്യചാരുത ക്യാമറയിൽ പകർത്താം. തീപ്പെട്ടിക്കൂടിലെ ചിത്രത്തിന്റെ വലുപ്പത്തിൽ കുളമാവ് അണക്കെട്ടിന്റെ വിദൂര ദൃശ്യം കാണാം. ഈ മലയുടെ മുകളിലാണ് ഇയ്യോബിന്റെ പുസ്തകം എന്ന സിനിമയിലെ കുറേ രംഗങ്ങൾ ചിത്രീകരിച്ചത്. അസ്റ്റ് 2733. മൊട്ടക്കുന്ന്, പൈൻ വാലി. വാഗമൺ യാത്രയെ 1 ഡേ ട്രിപ്പാക്കുമ്പോൾ പോകാനുള്ള സ്ഥലങ്ങൾ തരംതിരിച്ച് സമയം ക്രമീകരിക്കണം. കോട മാഞ്ഞതിനു ശേഷവും മഞ്ഞു മൂടുന്നതിനു മുൻപും വ്യൂ പോയിന്റുകളിലെത്തണം. രാവിലെ 7:30 വാഗമൺ ബസ് സ്റ്റോപ്പിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 6 മണിക്ക് തിരിച്ചെത്തും വിധം തയ്യാറാക്കിയ ജീപ്പ് സഫാരിയിൽ ആദ്യം പൈൻമരക്കാട്, പാലൊഴുകുംപാറ, മൊട്ടക്കുന്ന്, പൈൻ വാലി, സൂയിസൈഡ് പോയിന്റ്, തങ്ങൾപ്പാറ, മുണ്ടക്കയം വ്യൂ പോയിന്റ്, കുരിശുമല, മുരുകൻമല, സന്യാസിമാരുടെ ആശ്രമം, ഉളുപ്പുണി, സമ്പൂർണ്ണ ലിസ്റ്റ്. വാഗമൺ എന്ന് കേൾക്കുമ്പോൾ ആദ്യം തെളിയുന്ന ചിത്രം മൊട്ടക്കുന്നാണ്. 30 വർഷത്തിലേറെയായി മലയാള സിനിമയുടെ സ്ഥിരം ലൊക്കേഷൻ. ഗാനരംഗങ്ങളിലാണ് മൊട്ടക്കുന്ന് അധികവും ദൃശ്യവത്കരിക്കപ്പെട്ടത്. പച്ചില കുഴിച്ചു മണ്ണപ്പം ചുട്ടുവച്ചതുപോലെ നിരന്നു കിടക്കുന്ന മൊട്ടക്കുന്നുകൾക്ക് നടുവിലെ തടാകവും ബോട്ടിങ്ങും സഞ്ചാരികളെ ആകർഷിച്ചു. ചെരിഞ്ഞ കുന്നിൽ നിന്ന് 2ാം താഴ്വരയിലേക്ക് പുതിയ നടപ്പാത നിർമ്മിച്ചതു മാത്രമാണ് മൊട്ടക്കുന്നുകളുടെ ട്രഡീഷണൽ റൂട്ടിൽ വന്നിട്ടുള്ള ഒരേയൊരു മാറ്റം. വെള്ളപ്പൊക്കം വാഗമണിനെ ഒറ്റപ്പെടുത്തിയെന്നല്ലാതെ റോഡുകൾക്കും ജനജീവിതത്തിനും പരിക്കേൽപ്പിച്ചില്ല. ഇവിടുത്തെ കടകളിൽ കെട്ടിക്കിടന്ന സാധനം മുഴുവൻ ഒരാഴ്ച കൊണ്ട് വിറ്റു തീർന്നു. വെള്ളപ്പൊക്ക സമയത്തുള്ള വാഗമണിന്റെ ചിത്രം ജീപ്പ് ഡ്രൈവർ രതീഷ് ഒറ്റ വാചകത്തിൽ വിശദമാക്കി. ഓഫ് റോഡ് ട്രെക്കിങ്ങിന്റെ സുവർണകാലത്ത് ഉളുപ്പുണിയിൽ സാഹസങ്ങളുടെ പരമ്പര സൃഷ്ടിച്ചുള്ളയാളാണ് രതീഷ്. ഇപ്പോൾ വാഗമണിലെ ടൂറിസം കേന്ദ്രങ്ങളെ കോർത്തിണക്കി ജീപ്പ് സഫാരി നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. മൊട്ടക്കുന്നും പൈൻമരക്കാടും ഒരേ റൂട്ടിലായതുകൊണ്ട് പൈൻമരക്കാടിനെ രതീഷ് 2ാമത്തെ ഡെസ്റ്റിനേഷനാക്കി. കോട മാറി വെയിൽ പൊങ്ങുന്ന പ്രഭാതത്തിൽ പൈൻ മരങ്ങൾ നിഴൽ വീഴ്ത്തുന്നതു 3D ഇമേജിലാണ്. കട്ടപ്പനയുടെ അതിർത്തിയിലുള്ള മലനിരയുടെ നെറുകയിൽ നിന്ന് ഊറിയലിച്ചിറങ്ങുന്ന അരുവിയുടെ താളവും പക്ഷികളുടെ പാട്ടും പൈൻമരക്കാടിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. പൊഴിഞ്ഞു വീണ ഇലകളുടെ ചതുപ്പിൽ കാലുകൾ പൂഴ്ത്തി നടക്കുമ്പോൾ ദേവദൂതനിലെ രംഗങ്ങളും താളവട്ടത്തിലെ പാട്ട് സീനും കൊടൈക്കനാലിലെ പൈൻമരത്തോട്ടവുമൊക്കെ ഓർത്തു. വാഗമണിലെ പൈൻമരക്കാടിനുള്ളിൽ നിന്നുള്ള ഓരോ ഫ്രെയിമുകൾക്കും തമിഴ്നാട്ടിലെ പ്രശസ്തമായ പൈൻമരക്കാടുകളെ തോൽപ്പിക്കുന്ന ഭംഗിയുണ്ട്.
ഇവിടെ ഈ ജംഗ്ഷനിൽ തട്ടുകടയുടെ ബോർഡ് കണ്ടപ്പോഴാണ് എനിക്ക് നല്ലതായി വിശക്കുന്നുണ്ട് എന്ന കാര്യം ഓർമ്മ വന്നത്. ഇനിയും മുന്നോട്ടു പോയാൽ വേറെ കടകൾ ഒന്നും കാണില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ ഒന്നും ആലോചിച്ചില്ല. വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ കടയിൽ കയറി. ആ തട്ടുകടയിലെ പഴംപൊരിക്ക് അസാമാന്യ ടേസ്റ്റ് ആയിരുന്നു. അതിനുശേഷം വണ്ടിയിൽ കയറി ഞാൻ യാത്ര തുടർന്നു. വീണ്ടും നല്ല മനോഹരമായ കാഴ്ച. ആകാശത്ത് മഴക്കാറുകൾ മൂടിയ പോലെയുള്ള അന്തരീക്ഷം. ഏത് സമയവും മഴ പെയ്തേക്കുമെന്ന് തോന്നിപ്പിച്ചു. ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിച്ച് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു ജംഗ്ഷൻ കണ്ടു. വണ്ടിയിൽ നിന്ന് തല പുറത്തേക്കിട്ട് ബോർഡിൽ നോക്കിയപ്പോൾ അത് വാഗമൺ കോട്ടമല റൂട്ട് ആണ് എന്ന് മനസ്സിലായി. പൈൻമരക്കാടിന്റെ ക്രമീകൃതമായ രൂപം ദൃശ്യമാകുന്നത് പൈൻവാലിയാണ്. മൊട്ടക്കുന്നിൽ നിന്ന് ഏലപ്പാറ റൂട്ടിൽ പശുഫാമിന്റെ സമീപത്താണ് പൈൻവാലി. കളിപ്പാട്ടം കച്ചവടക്കാരും ഹോട്ടലുകളും ഈ പ്രദേശത്തെ ഒരു ചെറിയ ജംഗ്ഷനാക്കി മാറ്റി. പൈൻമരങ്ങളുടെ നടുവിൽ കരിങ്കല്ല് പാകിയ റോഡ് സിനിമാറ്റിക് വിഷ്വലാണ്. കണ്ടു മറന്ന വഴികളുടെ തനിയാവർത്തനം പോലെ തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല. ഈ സ്ഥലം ഒട്ടേറെ മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകൾക്ക് പശ്ചാത്തലമായിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിൽ നിന്ന് 26 കിലോമീറ്റർ കിഴക്കുമാറി സ്ഥിതി ചെയ്യുന്ന വാഗമൺ അക്ഷരാർത്ഥത്തിൽ ഇടുക്കിയുടെ അലങ്കാരമാണ്. നാഷണൽ ജോഗ്രഫിക് രാജ്യാന്തര ടൂറിസം ഡെസ്റ്റിനേഷൻ ലിസ്റ്റിൽ ഇടം നേടിയ സ്റ്റാൻഡ് സ്ഥലങ്ങളിലൊന്നാണ് വാഗമൺ. തേയിലത്തോട്ടങ്ങൾ, പുൽമേടുകൾ, തടാകം, വെള്ളച്ചാട്ടം, പൈൻമരക്കാട്, അരുവികൾ തുടങ്ങി പ്രകൃതിയുടെ ആഭരണങ്ങളെല്ലാം വാഗമണിന്റെ പ്രകൃതി അണിഞ്ഞിട്ടുണ്ട്. തീക്കോയിയാണ് വാഗമണിന്റെ അടിവാരം. ഞാൻ എത്തുന്നതുവരെ വളഞ്ഞു പുഴഞ്ഞ റോഡും വ്യൂ പോയിന്റുകളും യാത്ര രസകരമാക്കുന്നു. മലകളുടെ ഇടയിൽ അവസാനിക്കുന്ന റോഡാണ് കുരിശുമലയുടെ അടിവാരം. കുരിശുമലയിൽ എത്തുന്നവരെ പ്രതീക്ഷിച്ച് തുറന്നു പ്രവർത്തിക്കുന്ന കോഫി ഷോപ്പും 1-2 ഫാൻസി ഷോപ്പുകളുമാണ് അടിവാരത്തിൽ ജനസാന്നിധ്യം ഉറപ്പാക്കുന്നത്. കുരിശുമലയുടെ നെറുകയിലുള്ള ആശ്രമത്തിലെത്താൻ കുരിശിന്റെ വഴി സൂചിപ്പിക്കുന്ന 14 സ്ഥലങ്ങൾ താണ്ടണം. പുതുഞായറാഴ്ചയും 40-ാം വെള്ളിയാഴ്ചയും ഈ പാതയിൽ ജനം നിറയും. പെസഹ രാത്രിയിലും ദുഃഖവെള്ളിയാഴ്ചകളിലും പീഡാനുഭവം സങ്കൽപ്പിച്ച ആളുകൾ കുരിശുമല കയറുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുരിശുമല നാടുനോക്കൻമല എന്ന പേരിലും അറിയപ്പെടുന്നു. വാഗമണിലെ മൊട്ടക്കുന്നുകളാണ് പ്രശസ്തം. ഇത് വാഗമണിന് പ്രത്യേക ഭംഗി നൽകുന്നു. തനതായുള്ള ഈ ഭംഗി മറ്റെങ്ങും കാണാനില്ല. എന്നാൽ വാഗമണിനടുത്തുള്ള ഉളുപ്പുണിയിൽ മൊട്ടക്കുന്നുകളല്ല, ഇവിടെ എങ്ങും ഒരാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകളാണ് കാണാകുന്നത്. ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പുൽമേട് കാണാൻ ഒരു പ്രത്യേക വന്യഭംഗിയാണ്. ഫഹദ് ഫാസിൽ തകർത്തഭിനയിച്ച ഇയ്യോബിന്റെ പുസ്തകം എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഉളുപ്പുണി കാണുമ്പോൾ നല്ല പരിചയം തോന്നും. ഈ സിനിമയുടെ മിക്ക ഭാഗങ്ങളും ചിത്രീകരിച്ചത് ഇവിടെയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് ഇയ്യോബിന്റെ പുസ്തകം പറയുന്നത്. ഇതിന് ഉതകുന്ന ഒരു ലൊക്കേഷൻ തന്നെയായിരുന്നു ഉളുപ്പുണി. ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച അലോഷി സഞ്ചരിച്ച വഴികളിലൂടെ ഉളുപ്പുണിയിലെത്തുമ്പോൾ നിങ്ങൾ ഒരു സിനിമാ പ്രേമി കൂടിയാണെങ്കിൽ കയ്യിലെ രോമം എഴുന്നേൽക്കും. ആദ്യം സൂചിപ്പിച്ചതുപോലെ ഓഫ് റോഡിങ്ങിന് എന്തുകൊണ്ടും അനുയോജ്യമായ സ്ഥലമാണിത്. സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരിയെ ഉളുപ്പുണി തൃപ്തിപ്പെടുത്തും. വാഗമണിൽ നിന്ന് ഉളുപ്പുണി വരെയുള്ള റൂട്ടിലാണ് ജീപ്പുകളുടെ ഓഫ് റോഡിംഗ് ഉള്ളത്. ഓഫ് റോഡിങ്ങും പുൽമേടുകളുടെ പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും മാത്രമല്ല ഉളുപ്പുണിയിലുള്ളത്. ട്രെക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് കിടിലം ഒരു ട്രെക്കിംഗ് അനുഭവവും ഈ സ്ഥലം സമ്മാനിക്കും. ഒരു ദിവസം മുഴുവനായി അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം കൂടിയാണിവിടം. ഉളുപ്പുണിയിൽ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെ കുളമാവ് ഡാമിന്റെ മനോഹര ദൃശ്യങ്ങൾ കാണാകും. മികച്ച ഒരു കാഴ്ചാനുഭവമായിരിക്കും ഇത്. ഫോട്ടോകളെടുക്കാൻ പറ്റിയ ഫ്രെയിമുകൾ ധാരാളമായി ലഭിക്കും. വാഗമണിൽ നിന്ന് പുള്ളിക്കാനത്തേക്കുള്ള റൂട്ടിലൂടെയാണ് ഉളുപ്പുണിയിലേക്ക് പോകേണ്ടത്. ചോറ്റുപാറ ജംഗ്ഷനിൽ എത്തുമ്പോൾ വലത്തേക്ക് തിരിയുക. ഈ വഴി 5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉളുപ്പുണി ജംഗ്ഷനെത്തും. ഇവിടെ നിന്നാണ് മലമുകളിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. 10 മുതൽ 23 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില. കണ്ണെത്താത്ത ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ, പുൽത്തകിടികൾ, കോടമഞ്ഞ് തുടങ്ങിയവ വാഗമണിന്റെ മാറ്റുകൂട്ടുന്നു. മൊട്ടക്കുന്നുകളാണ് വാഗമണിന്റെ ഐഡന്റിറ്റി. വാഗമണിലെ മൊട്ടക്കുന്നുകൾ കാണാനും അവിടെ സമയം ചെലവഴിക്കാനുമാണ് സഞ്ചാരികൾ എത്തുന്നത്. പൈൻമരക്കാടുകൾ കൂടി ചേരുമ്പോൾ മനോഹാരിത വർദ്ധിക്കുന്നു.
മലമ്പാതകളിലൂടെയുള്ള ഡ്രൈവ് ഏറെ മനോഹരമാണ്. പ്രകൃതി ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഈ റോഡുകളിലൂടെ വാഹനമോടിക്കുക എന്നത് ആരെയും ആകർഷിക്കും. വാഗമണിലെ തടാകവും ഏറെ മനോഹരമാണ് കാണാൻ. മൊട്ടക്കുന്നുകളും പൈൻമരക്കാടുകളും മാത്രം കണ്ട് പലരും വാഗമണിൽ നിന്ന് തിരികെ പോകുന്നു.